താരപുത്രന്മാരും പുത്രിമാരും അരങ്ങുവാഴുന്ന കാലത്ത് യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാതെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു നിവിൻ പോളി. പിന്നീട് മലയാള സിനിമയുടെ ഭാവി കാക്കുന്ന നായക നടനായി അദ്ദേഹം വളർന്നു. മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച സിനിമാ യാത്ര ഇന്ന് സർവം മായ എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുന്നു. ഈ ചിത്രങ്ങളിലൂടെ നിവിൻ ഇടിച്ചു കയറിയത് പ്രേക്ഷകരുടെ മനസ്സിലേക്കാണ് എന്നതിൽ തർക്കമില്ല. ഇപ്പോഴിതാ ചർച്ചയാകുന്നത് നിവിൻ പോളിയുടെ പുതിയ ചിത്രം സർവം മായ തന്നെയാണ്. അതെ, താരത്തിന്റെ ഒരു അടിപൊളി കംബാക്ക്. തമാശ, വൈകാരികത, കുടുംബ ബന്ധങ്ങൾ, പ്രണയം, ആക്ഷൻ, ഒരു നിവിൻ പോളി ആരാധകൻ പ്രതീക്ഷിക്കുന്ന എല്ലാം ചിട്ടയായി അടക്കി വെച്ചിരിക്കുന്ന ഒരു പാക്കേജ്. അഖിൽ സത്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സർവം മായ നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചുവരവെന്ന് നിസ്സംശയം പറയാവുന്ന ചിത്രം തന്നെയാണ്. പാച്ചുവും അത്ഭുത വിളക്കുമെന്ന ചിത്രത്തിന് ശേഷം തീർത്തും വ്യത്യസ്തവും തികച്ചും റീഫ്രഷിംഗ് ആയ കഥാന്തരീക്ഷത്തിലേക്കാണ് അഖിൽ സത്യനും നിവിൻ പോളിയും സംഘവും ചേർന്ന് പ്രേക്ഷകരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു മ്യൂസിക് ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ ഇന്ദുട്ടി എന്ന പ്രബേന്ദുവാണ് ചിത്രത്തിലെ നായകൻ. അച്ഛനുമായി പിണങ്ങിക്കഴിയുന്ന ഇന്ദുവിന് തിരികെ കുടുംബത്തിലേക്ക് വരേണ്ടി വരുന്നു. അവിടെ ഇയാൾ നേരിടുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും അവയെ എങ്ങനെ മറികടക്കുന്നു എന്നതുമാണ് സിനിമയുടെ പ്രമേയം. തീർത്തും രസകരമായ രീതിയിലാണ് ചിത്രത്തിന്റെ അവതരണം. ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ പ്രധാന കഥാപാത്രം ആരാണെന്നും ഇയാളുടെ പശ്ചാത്തലം എന്താണെന്നും കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് സംവിധായകൻ. ഈ രസച്ചരട് മുറിയാതെ കൊണ്ടുപോകുന്നതിൽ അഖിൽ സത്യൻ വിജയിച്ചിട്ടുമുണ്ട്. ഹൊററാണ് സിനിമയുടെ അടിസ്ഥാന സ്വഭാവം. എന്നാൽ ഹൊറർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന സാധാരണ പ്രേതകഥയല്ല ഇത്. തീർത്തും വ്യത്യസ്തമായ ഒരു സമീപനം. എല്ലാ അർത്ഥത്തിലും മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമ എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. അതിലുപരി കുറച്ചു നാളുകളായി മലയാളികൾ കാണാൻ കാത്തിരുന്ന നിവിനെ ഈ ചിത്രത്തിലൂടെ തിരിച്ചു കിട്ടിയെന്നും നിസ്സംശയം പറയാം. എന്തുകൊണ്ടാണ് നിവിന്റെ തിയേറ്ററുകളിലേക്കുള്ള തിരിച്ചുവരവിനായി ആരാധകരും മലയാള സിനിമാ ലോകവും കാത്തിരിക്കുന്നു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. താരജാടകൾ ഒന്നുമില്ലാത്ത നിവിനോട് നമ്മുടെ സ്വന്തം വീട്ടിലെ പയ്യനോട് പോലെയുള്ള ഒരു സ്നേഹമാണ് പ്രേക്ഷകർക്ക്. അല്ലെങ്കിൽ നിവിൻ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് അയാൾ എന്ന സത്യം എല്ലാവർക്കും അറിയാം. അതിനാലാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഇത്രയും ആഘോഷിക്കപ്പെടുന്നത്. യെസ്, നിവിൻ ചക്രവർത്തിയെ സ്വീകരിക്കാൻ ബോക്സ് ഓഫീസ് തയ്യാറാണ്. ഇനിയുമേറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.